ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാം, എനിക്ക് കുറച്ച് തീറ്റ ഞാൻ പ്രതീക്ഷിക്കാണ്ട് എനിക്ക് കുറച്ച് നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള തീറ്റ കിട്ടിയേ. അതെങ്ങനെയാണെന്നല്ലേ, ഇതിപ്പം പഴകിയ നമ്മുടെ തേങ്ങ പിണ്ണാക്കാണ് കൊണ്ടുവച്ചിട്ട് കുറച്ച് കാലമായി ഉപയോഗിക്കലേ ഉണ്ടായിട്ടില്ല. കാരണം ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ തിന്നുന്നുണ്ടായിട്ടില്ല. പിന്നെ മെനക്കെട്ട് കൊടുത്തിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആക്കി കൊടുക്കാനുണ്ടായിട്ടില്ല, വാങ്ങി വെച്ച ബന്ധേ ഇല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായത് തീറ്റിയിട്ട് വെക്കുന്ന ബക്കറ്റിൻ്റെ അകത്താണ്. കോഴീൻ്റെ തീറ്റയിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് പുറത്ത് മുമ്പേ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിനകത്താണ് ഇതെല്ലാം വെച്ചിട്ടുണ്ടായത്. ബാക്കിയുള്ള കോഴികളെ തുറന്നിളക്കി വിടുന്നത് കൊണ്ട് അവരിതൊന്നും കഴിക്കലില്ല. പിന്നെ ഉള്ളത് BB3 കോഴികളാണ്. അവർക്കൊട്ട് ഇതൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ, അവർക്ക് എന്തായാലും പീടികത്തീറ്റ കൊടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇങ്ങനത്തെ തേങ്ങാപ്പിണ്ണാക്കും കാര്യങ്ങളൊന്നും ഞാൻ അവർക്ക് കൊടുക്കുകയില്ല. പിന്നെന്താണ്, ലാസ്റ്റ് ഇപ്പോൾ ലെയർ മാഷ് ഇടാൻ തുടങ്ങിയതിന് ശേഷം അതിൻ്റെ പൊടി തിന്നാത്തത് കൊണ്ട് കുറച്ച് തവിട് എന്തെങ്കിലും മിക്സ് ചെയ്ത് കൊടുത്താലേ ഉള്ളൂ. അപ്പോൾ വെച്ച തവിടും ഈ തേങ്ങാ പിണ്ണാക്കും പഴകിപ്പോയി ബക്കറ്റിൻ്റെ അകത്ത് വെച്ചത്. ഞാനത് ഇന്നാൻ ശ്രദ്ധിക്കുന്നു. കോഴിയെ തീറ്റിട്ട് വെക്കുന്ന ബക്കറ്റെല്ലാം ഒന്ന് വൃത്തിയാക്കാൻ നിലയിൽ പോയി നോക്കുമ്പോഴത്തേക്ക് അതിനകത്തുള്ള തവിടും ഈ തേങ്ങാ പിണ്ണാക്കും എല്ലാം ഭയങ്കരമായിട്ട് മോശമായി. ബക്കറ്റ് പുറത്ത് സൈഡിൽ ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് നമ്മൾ സൺഷെയ്ഡിൻ്റെ സൈഡിലാണ് വെക്കുന്നത്. ആ സമയം അതിനകത്ത് ചാറ്റിലടിച്ച് കയറിയിട്ടെന്നറിയില്ല, എന്താണെന്നല്ല ചെറിയൊരു നനവ് വന്നിട്ടുണ്ടായിന്. മൂടി ശരിക്കും ഇടായിട്ടും എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ വെച്ച സമയത്ത് ചെറിയൊരു നനവ് വന്നിട്ട് അത് മോശമായി. പക്ഷേ മോശമായിട്ടും എനിക്ക് അതിൽ നിന്ന് കുറച്ച് തീറ്റ കിട്ടിയിട്ടുണ്ടായിന്. അതായത് ഇവർ കാർത്തിയോട് തിന്നുന്നുണ്ടാ, അതിൻ്റെ അകത്ത് ചകഞ്ഞ് ആ തീറ്റയാണ് എടുത്ത് തിന്നുന്നത്. അതെന്താണെന്നല്ലേതാ, അതിൻ്റെ കയ്യിൽ കാണാൻ കഴിയുന്നുണ്ടോയെന്നറിയില്ല. ബ്ലാക്ക് സോൾജിയർ പുഴുക്കളാണ് കേട്ടോ, ഒരുപാടുണ്ടായിന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ മോശമായി പോയതിൻ്റെ ഒരു സങ്കടം എനിക്ക് വല്ലാണ്ടുണ്ടായി. അത്രപാട് തവിടും പിണ്ണാക്കും എല്ലാം കൊടുക്കാൻ പറ്റാണ്ട് ഇങ്ങനെ മോശമായി പോയല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായി. പക്ഷെ എന്നാലും ഈ പുഴുക്കളെ കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷമായിട്ടാ. എന്തേന്നല്ലേ, എനിക്ക് എന്താ പറയുക, എൻ്റെ കോഴികൾക്ക് ഏറ്റവും കൂടുതൽ തവിടിനെയും പിണ്ണാക്കിനേക്കാളും ഇഷ്ടം ഈ പുഴുക്കളെയാണ്. അപ്പോൾ പിന്നെ അത് കഴിക്കാണ്ട് ഞാൻ എത്ര കുഴച്ചിട്ടെടുത്താലും കഴിക്കാണ്ടെടുത്ത് ചാടുന്ന സാധനത്തിൽ നിന്ന് നല്ലൊരു പ്രോട്ടീൻ തീറ്റ തന്നെയല്ലേ ഇപ്പം എനിക്ക് കിട്ടിയിട്ടില്ലത്. ഈ ബക്കറ്റിലാണ് കേട്ടോ തീറ്റിയിട്ട് വെക്കുന്നത്. ഇതിൻ്റെ അടിഭാഗത്ത് കണ്ട നിറയെ പുഴുക്കളാണ്. ഞാൻ ആ തട്ടിയ തവിട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാടൊന്നും ആയിട്ടില്ല, ഫുൾ ഡ്രൈ ആയിട്ട് തന്നെയാണ് ഉള്ളത്. ചെറിയൊരു നനവ് അടിയിലായിട്ട് ഉണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു നനവിൻ്റെ അകത്ത് നന്നായിട്ട് എനിക്ക് ഇത്രയും പുഴുക്കളെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു അതേ നനവ് തന്നെ വെച്ചിട്ട് ഒന്നും കൂടി എന്തായാലും ഈ ബക്കറ്റിൽ തന്നെ ഇട്ട് വെച്ച് നമുക്ക് തീറ്റ ഉണ്ടാക്കാൻ കഴിയുമോ നോക്കാം. ഇപ്പോൾ ഇതിങ്ങനെ ആയി വന്നിട്ട് എനിക്ക് യാതൊരു സ്മെല്ലും ഉണ്ടായിട്ടില്ലേ. ഇപ്പോൾ ആ തവിട് ഡ്രൈ ആയി കിടക്കുന്നതുകൊണ്ട് തവിടിൻ്റെ ആ ഒരു മണം ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ എന്താ കൈ കൊണ്ടെല്ലാം എടുത്തിട്ട് കാണിച്ചു തരുന്നുണ്ടല്ലോ, അത്രയും ഡ്രൈ ആണത്. ഒന്നും അങ്ങനെ വലിയ നനവും കാര്യങ്ങളൊന്നുമില്ല. ഞെട്ടും ഇല്ലാണ്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രം മതി. ഞെട്ടം പുഴുവിനെ കാണുമ്പോൾ ഈ അറപ്പെല്ലാം തോന്നുന്നവർക്ക് ഇങ്ങനത്തെ പണിയൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പൊതുവേ അങ്ങനെ ഒരു അറപ്പോ കാര്യങ്ങളൊന്നുമില്ല. കാരണം എൻ്റെ കോഴികൾ അടിപൊളിയായിട്ട് കഴിക്കുന്നുള്ളത് കൊണ്ട് എനിക്ക് ഈ പുഴുക്കളെ അങ്ങനെ അറപ്പും വെറുപ്പോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മുമ്പേയുള്ള വീഡിയോ കണ്ടവർക്കെല്ലാം മനസ്സിലാവും ഞാൻ ഈ തീറ്റ തന്നെയാണ് പൊതുവെ എൻ്റെ കോഴികൾക്കെല്ലാം കൊടുക്കുന്നത്. പിന്നെ ഇപ്പം മഴയായതുകൊണ്ട് പുറത്ത് ടാങ്കിൽ ആക്കുന്നത് നടക്കുന്നില്ല. എന്താ വെച്ചാൽ മഴക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്മെല്ലാണ്. നനവില്ലാണ്ടാക്കിയെടുത്താലേ ഇത് സ്മെല്ലില്ലാണ്ട് കിട്ടുള്ളൂ. നനവ് വന്നാൽ പിന്നെ പരിസരത്ത് ഒരാൾക്ക് നിൽക്കാൻ കഴിയാത്ത അത്ര സ്മെല്ല് വരും കമ്പോസ്റ്റായി വരുന്ന സമയം കൊണ്ട്. അങ്ങനെ ഉള്ളതുകൊണ്ട് ഇപ്പം പുഴുക്കളെ ആക്കി കൊടുക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ് ഉണ്ടായിന്. ഇപ്പം എനിക്ക് കുറച്ച് സന്തോഷമുണ്ടേ. നോക്കട്ടെ, ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്നില്ലെങ്കിൽ ബക്കറ്റിൻ്റെ അകത്ത് തന്നെ ഇടാനാണ് പോകുന്നത്. ഉറുമ്പ് കയറുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. സാധാരണ എന്താ പറയുക, പുറത്ത് ടാങ്കിൻ്റെ അകത്താകുമ്പോൾ ഉറുമ്പ് അങ്ങനെ കയറൽ കുറവാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഉറുമ്പ് കയറുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. പൊതുവേ നമ്മൾ ഈ സോൾജർ പുഴുക്കളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബക്കറ്റും കാര്യങ്ങളിലും വെക്കുന്നത് വെള്ളത്തിൻ്റെ മേലെ അങ്ങനെയല്ലേ, ഒരു കല്ലെല്ലാം ഇട്ട് ഒരു പാത്രത്തിനകത്ത് വെള്ളം വെച്ച്. ഇതിപ്പോൾ എന്തായി തീരുന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ പിന്നെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് ഈ ബക്കറ്റിൻ്റെ അകത്തേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ച് തവിടെല്ലാം ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ആ പാത്രത്തിലുണ്ടായത് മുഴുവനായിട്ട് ഞാൻ ഇതിൽ തട്ടിക്കൊടുക്കുന്നുണ്ട്. തവിടും പിണ്ണാക്കും രണ്ടും ഉണ്ട്, അതെല്ലാം കൂടെ ഞാൻ ഇതിലേക്ക് തട്ടിക്കൊടുത്തിട്ടുണ്ട്. ഗോതമ്പിൻ്റെ തവിടാണ്. ഇതും കോഴിയോട് അങ്ങനെ തിന്നൽ കുറവാണ്. ഇതും കൂടെ തട്ടാം. പുറത്ത് നല്ല മഴയാണ്. ഇത്ര നേരം മഴ ഉണ്ടായിട്ടില്ല, ഇപ്പം പെട്ടെന്ന് നല്ലൊരു മഴ വന്നിട്ടുണ്ട്. കോഴികളെല്ലാം ഓടി ഉള്ളിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ മഴ അതിൻ്റെ വഴിക്കാർന്ന് പെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഈ ബക്കറ്റിൻ്റെ അകത്ത് ഒരു സാധനം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേറൊന്നല്ല, ചെമ്മീൻ്റെ തലയും വേസ്റ്റ്, നുള്ളിയ വേസ്റ്റെല്ലാം. ഈ വേസ്റ്റിനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്ത് കൊടുക്കണ്ട. മീനെല്ലാണെങ്കിൽ നമുക്ക് പുഴുങ്ങി കുറച്ച് ചോറിലിട്ട് പുഴുങ്ങി കഴിഞ്ഞാൽ കോഴിക്ക് തിന്നാൻ കഴിയും. ഇതിൻ്റെ അകത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തിന്നാനൊന്നുമില്ല. പൊതുവെ ഇത് ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ച് തീറ്റേൻ്റെ അത്ര മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ ഈ മഴക്ക് എന്തായാലും ഇങ്ങനെ ഉണക്കലും കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഇതിൽ തട്ടിക്കൊടുക്കാം. വെള്ളമൊന്നും ഇല്ലാണ്ട് അതിങ്ങനെ തട്ടിക്കൊടുത്ത് ഈ പൊടിയിട്ടിട്ട് തന്നെ നല്ലോണം ഒന്ന് ഇനിയും ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. വലിയ സ്മെല്ലും കാര്യം പുറത്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റിൻ്റെ ടാങ്ക് ശരിക്കും അത് കുറച്ച് ദൂരെയാണ്. ഈ ബക്കറ്റ് ഇപ്പോൾ നമ്മൾ അടുത്തുള്ളത് വീട്ടിന് മുട്ടിയിട്ട് തന്നെയായി. ഈ ചുമരിന് അപ്പുറം ഉള്ളത് അടുക്കളയാണ്. അപ്പോൾ സ്മെല്ല് പരമാവധി വരാണ്ട് നോക്കണം. അഥവാ വന്നിട്ടുണ്ടെങ്കിലോ എന്നുള്ളൊരു പേടിക്കാന്ന് ഞാൻ അധികം വെള്ളമൊന്നും ആക്കാണ്ട് ഇങ്ങനെ മാത്രം ചെയ്ത് വെക്കുന്നത്. ഞാൻ ഇതുവരെയും പുഴുക്കളി ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നോർമലായിട്ട് ഇതുപോലെ കമ്പോസ്റ്റിൻ്റെ അകത്ത് വേസ്റ്റ് കൊണ്ടിട്ട് അതിനകത്ത് പുഴുക്കളായി വരുന്നത് ഞാൻ എടുത്ത് കൊടുക്കുന്നത്, അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. ഇങ്ങനെ പുഴുക്കളി ഉണ്ടാക്കാനായിട്ട് ഞാൻ വേറെ പാത്രമോ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. ഇതെന്തായി തീരുന്നത് കൊണ്ട് എനിക്കറിയില്ല. പിന്നെ നമ്മൾ ഓരോന്നോരോന്ന് ചെയ്ത് നോക്കുമ്പോഴല്ലേ അതിൻ്റെ അകത്തുനിന്ന് എന്തെല്ലാം മാറ്റം ഉൾക്കൊണ്ടിട്ട് മാറ്റി മാറ്റി നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇതിങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ട്. ഉറുമ്പ് കയറുന്നില്ല കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. നോക്കട്ടെ, കയറിയിട്ടുണ്ടെങ്കിൽ അന്നേരം അതിന് വേണ്ട വഴി എന്തെങ്കിലും എടുക്കാം. ഇത്രയും വലിയ ബക്കറ്റ് ആയതുകൊണ്ട് ഇതെനിക്ക് വേറെ വെള്ളം ഇതൊന്നും ഒഴിച്ചിട്ട് വെക്കാനും കഴിയൂല. മൂടി ഫുള്ളായിട്ട് അടക്കുന്നില്ല, ചെറുങ്ങനെ ഒന്ന് തുറന്ന് വെക്കുന്നുണ്ട്. കാരണം പുഴുക്കൾ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ പ്രാണി വന്ന് മുട്ടയിടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രാണിക്ക് കയറാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കോഴി മുട്ടയിടാൻ വേണ്ടി താഴെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് അവർ മുട്ടയിടുന്ന സ്ഥലം. കുറച്ച് ആൾക്കാർ മുട്ടയിടുന്ന സ്ഥലം ഇവിടെയാണ്. മഴ ലേശം തോർന്നിട്ടുണ്ട്. ആൾക്കാരെല്ലാം മെല്ലെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയത് തീറ്റയെല്ലാം തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ചെയ്യാൻ വെച്ചിട്ട് പുഴു ആയാലും ഇല്ലെങ്കിലും എന്തായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. കാരണം ആർക്കും ഒരാൾക്കും കൂടെ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരാൾക്കും കൂടെ എന്തായാലും ഉപകാരപ്പെടുവാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് വീണ്ടും വീണ്ടും അടുത്ത വീഡിയോസിലെല്ലാം കാണാം. സക്സസ് ആവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.